ഇപ്പൊ രാജ്യം ഒന്നായിട്ടാണല്ലോ നിന്നത്. നമുക്കറിയാം പഹൽഗാം അറ്റാക്കിന് ശേഷം യഥാർത്ഥത്തിൽ രാജ്യം എല്ലാവരും തന്നെ നരേന്ദ്രമോദിക്കും ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഗവൺമെന്റിന് കൊണ്ടുപോലും നയതന്ത്ര ദൗത്യം പൂർണ്ണമാക്കാൻ പറ്റാത്തതുകൊണ്ട് ശശി തരൂരിനെയും അസദുദ്ദീൻ ഒവൈസിയെയും പോലെയുള്ള ആളുകളെ പോലും അവർ വിളിച്ചു. കാരണം എന്താ, ഭീകരതക്കെതിരെ വരുമ്പോൾ ഒരുമിച്ച് നിൽക്കണം. ഇതേ കാര്യം തന്നെയാണ് ശരിക്കും അടിയന്തരാവസ്ഥ വന്നപ്പോഴേക്കും ജനതാ പാർട്ടിയുമായിട്ടൊക്കെ സഹകരിച്ച് CPM നിന്നത്. അത് അന്നത്തെ സാഹചര്യമാണ്. മനസ്സിലായോ? നിങ്ങളിപ്പോ ഒരു ഭീകരതയാണോ വർഗീയതയാണോ വലുതെന്ന് ചോദിച്ചാൽ നമ്മൾ ഭീകരത എതിർക്കാൻ ചിലപ്പോൾ വർഗീയ ചെരിവിനെ ഉണ്ടാക്കണവരോട് പോലും ചേരേണ്ടി വരും. അതാണ് അസദുദ്ദീൻ ഒവൈസിയെ പോലും വിളിച്ച് കൊണ്ടുപോയത്. അതാണ് രാഷ്ട്രീയ ഭേദമില്ലാതെ ജോൺ ബ്രിട്ടാസിനെയും ശശി തരൂരിനെയും വിളിച്ചുകൊണ്ട് പോയി കൊണ്ടുപോയത്. അപ്പൊ അത്തരത്തിൽ ഉള്ള പല കാര്യങ്ങളും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും ഈ പറയുന്ന RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ BJPയുടെ ഒരു പദ്ധതി എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി എന്താണ്?